ഹലോ ഫ്രണ്ട്സ്, ഇന്ന് അടിപൊളി പിടിയും കോഴിയും തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3 വലിയ സവാള, ഒരു വലിയ തക്കാളി, 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു ഇഞ്ചി, 8-10 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇതെല്ലാം വളരെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നര കിലോ വെയിറ്റ് വരുന്ന ഒരു ചിക്കൻ ഞാനിവിടെ നന്നായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സവാളയും മറ്റ് ഐറ്റംസൊക്കെ വഴറ്റുവാനുള്ള ആവശ്യത്തിനുള്ള ഒരു ഓയിൽ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പാനിൽ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്ക് ആദ്യം അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഈ ഓയിലിൽ കിടന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി വന്നതിന് ശേഷമാണ് നമ്മളിനി സവാള ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഈ സവാള ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്ത് ജസ്റ്റ് ഇതൊന്ന് സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. സവാള ഒന്ന് വഴന്ന് വെന്ത് കഴിയുമ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് മസാലകൾ ചേർക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ഞങ്ങളിവിടെ വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലകളുടെ ആ ഒരു പച്ചമണം, ആ ഒരു പച്ചക്കുത്ത് മാറിയാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തക്കാളി ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരണം. അതുവരെ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്തേക്ക് കഴുകി വെള്ളം തോരാൻ വെച്ചിരുന്ന ചിക്കനാണ്. അപ്പോൾ നമുക്കത് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ചിക്കൻ നമ്മൾ വേവിക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ്. ചിക്കൻ ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. ആവശ്യത്തിന് മാത്രം തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനകത്തേക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് പിടിക്ക് ആവശ്യമായിട്ടുള്ള ഈ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പിടിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. ഇനി നമ്മൾ പിടി വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം റെഡിയാക്കുകയാണ്. അപ്പം ഞാനത് തേങ്ങാപ്പാലും കൂടി ചേർത്ത് തന്നെയാണ് ഈ പിടി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഒരു 3-4 ചുള വെളുത്തുള്ളി ചതച്ചത്, അത് അളവിൽ ഉള്ളി ചതച്ചത്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്, തേങ്ങാപ്പാലും. ഇത്രയും ആഡ് ചെയ്താണ് ഞാൻ വെച്ചേക്കുന്നത്. ഇതൊക്കെ ആഡ് ചെയ്യുന്ന ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് നമുക്കിടാം. ഞാനൊരു 400 ഗ്രാം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുഴയ്ക്കാൻ പറ്റുന്ന രീതിയിലൊരു പാത്രത്തിലേക്ക് ഇട്ട് റെഡിയാക്കി എടുക്കാം. പൊടി നമ്മളൊരു പാത്രത്തിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് തേങ്ങ ചിരക്കിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇവിടെ ഉള്ളത് ഡ്രൈഡ് കോക്കനട്ട് പൗഡറാണ്. അപ്പോൾ ഞാനത് ആവശ്യത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങാ പൗഡറാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ജീരകപ്പൊടിയാണ്. അപ്പം നമുക്കതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇതിലും കൂടി നമുക്ക് പൊടിയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ലാണ് ഈ പിടിക്കുണ്ടാവേണ്ടത്. അപ്പം പിടി ഉണ്ടാക്കാനായിട്ട് സാധാരണ വലിയ ബുദ്ധിമുട്ടുള്ള ജോലിയല്ല. പിടി ഉരുട്ടിയെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഈ ഒരു വിഭവം ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൂ. അതല്ലാത്ത പക്ഷം പിടി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ചിക്കനും പിടിയും കോഴിയും അങ്ങനെയാണ് പറയുന്നത്. പിടിയും കോഴിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ജീരകം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന പിടി വേവിക്കാനുള്ള ആ വെള്ളത്തിൽ നിന്ന് തന്നെ വെള്ളം എടുത്താണ് നമ്മൾ പൊടി കുഴയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ചൂടുവെള്ളം കൊണ്ട് തന്നെ പൊടി കുഴയ്ക്കുമ്പോൾ നമ്മുടെ പൊടിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ ചൂടുവെള്ളം കൊണ്ട് കുഴച്ച് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ഈ പൊടി കുഴയ്ക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് തന്നെ പൊടി കുഴച്ചെടുക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്ക് ആ ഒരു വെന്ത് കഴിയുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകത്തില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് പൊടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറി കൊടുക്കാം. ഈ അരിപ്പൊടി വിതറി അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മാവ് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയിടുന്നത്. ഈ പൊടി വിതറുന്നത് കൊണ്ട് നമ്മുടെ ഉരുട്ടിയിടുന്ന ആ ബോൾസ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോഴും അതിങ്ങനെ ഓരോന്നായിട്ട് തനിത്തനിയായിട്ട് കിടക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് സാധിക്കും. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു കട്ട പോലെ ആയിപ്പോകും. ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതുപോലെ ചെറിയ ബോൾസായിട്ട് ഇതിലേക്ക് ഉരുട്ടി മാറ്റാം.
ഇപ്പോൾ നമ്മുടെ മാവ് മൊത്തം നമ്മൾ ഉരുട്ടി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് നന്നായിട്ട് കഴിയുമ്പോഴാണ് നമ്മളിത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സമയം നമ്മുടെ ചിക്കൻ കറി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പിടി വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് ഇനി ഉരുട്ടി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അതുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ച് എടുത്തിട്ട് വിതറി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിടിയെല്ലാം നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിലിൻ്റെ കണഭാഗം കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മറ്റു വശം കൊണ്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ പിടികളെല്ലാം പൊട്ടിപ്പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് നല്ല പാകത്തിന് വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പിടിയും കോഴി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പം ഇത് വെന്ത് വരുന്ന സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ഇതിൽ രണ്ടിലും ചേർക്കാതിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ പിടിയിലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മണവും ഗുണവും ഒന്നും കൂടി കൂടി വരും. അപ്പോൾ നിങ്ങൾ ഇതിഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം, ലൈക്ക് ചെയ്യണം. അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.